നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ, സർവമത സത്യവാദികൾ, സ്ത്രീപക്ഷവാദികൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുബ്തദികളെ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും ഒറ്റ കാരണമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് താല്പര്യം കുറക്കുക. നബി തങ്ങളോട് താല്പര്യം കുറഞ്ഞാൽ ഈമാൻ പോകും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്ക് താല്പര്യം കുറഞ്ഞാൽ അയാൾക്ക് സിറാത്ത് പാലം മനസ്സിലാകാതെയാവും, അയാൾക്ക് ഖബർ ജീവിതം മനസ്സിലാകാതെയാവും. മറഞ്ഞ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരണത്തിന്റെ വേദനയാണ്. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ, മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ. ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ, ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ. എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണം നമ്മുടെ ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ ശ്രമങ്ങളും നബിതങ്ങളെ കൊച്ചാക്കാനുള്ള ശ്രമമാണ്. ഒരു മുഹറം ഒക്കെ ഉണ്ട്, മുഹറം കഴിയാനാവുമ്പോഴത്തിന് സഫർ മാസൊക്കെ തുടങ്ങുമ്പോഴത്തിന് എന്നെ എങ്ങനെ ആരംഭിക്കും, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു, ഇലക്ട്രിക് പോസ്റ്റുമേ മൗലിദ് പാരായണം ശിർക്ക് തന്നെയാകുന്നു. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് ഇമാം പോണതിന്റെ കാരണം. ഇതാണ് കാരണം. അതുകൊണ്ട് നബി തങ്ങളോട് താല്പര്യം ഉണ്ടാവണം. വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരമാക്കലാണ് പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പൊ ഈ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഒരിക്കൽ നബി തങ്ങൾക്ക് ഒരാള് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ് ഒരു പാത്രത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ള് കിട്ടിയേക്കിന് നബി തങ്ങൾ ചോദിച്ചു, അല്ല അത് ആരും കാണാതല്ലേ കൊടുന്നതെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊടുന്ന ആള് പറഞ്ഞു, അതേ നബിയെ, ഞാനേ അത് ഇലോണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാ കൊടുന്നിരുന്നത് എന്ന് പറഞ്ഞു. എന്നാ അങ്ങോട്ട് കാട്ടിക്കാന്ന് പറഞ്ഞാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ്. ഇതിന് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ശരിക്ക് പടച്ചോനെ എന്തേലും സംഭവിച്ചോന്നാവട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഈമാന്റെ അഡ്രസ് ആണ് പോയി, അതിന്റെ ഫോൺ നമ്പറും അതിന്റെ പിൻകോഡും ഒക്കെ പോയി, ഈമാന്റെ അഡ്രസ് പോയി. ഈമാന്റെ ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയണം. മറുപടി കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റണം. മറുപടി ഞാൻ പറയും, അത് വേറെ കാര്യം. പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറയാൻ, പക്ഷെ ലാസ്റ്റേ പറയുള്ളൂ. മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും ഈമാൻ ഇളകാൻ പാടില്ല. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നബിതങ്ങളാണ് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഒരു ലിബറലിസ്റ്റുകളാവാതിരിക്കാം? പിന്നെ എങ്ങനെ അവർ യുക്തിവാദിയും നിരീശ്വരവാദി ആവാതിരിക്കാം? മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് സംശയം വന്നാലും ഈമാനെ ബാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആള്. ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കൂടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് ഖദീജ ബിവിയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ ബിവി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ നബിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങൾ നബിയാകുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതാണ് ഈമാൻ പറഞ്ഞ സാധനം. വെറുതെ ഖദീജ ബിവി വന്നോന്നല്ല. അള്ളാഹുവിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. ഖുർആനിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. മഹ്ശറയിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. അതുകൊണ്ട് നബിതങ്ങളെ മോശമാക്കലാണ് ഇന്നത്തെ പ്രധാന പരിപാടി. സാമൂഹ്യ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ പഠന രീതികളൊക്കെ നബിതങ്ങളെ മോശമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുത്തുനബിയെ എല്ലാവരും പഠിക്കണം, മക്കൾക്ക് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇമാം പോവും. മറുപടി എന്താ? മറുപടി വലിയ പ്രശ്നമുള്ള ഒന്നല്ല. ഈത്തപ്പഴം ഇങ്ങനെ അട്ടിയിട്ടിട്ട്, ഒരു നല്ല സ്ഥലത്ത് ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളം ശേഖരിച്ച് അത് ജ്യൂസായിട്ട് കുടിക്കൽ അക്കാലത്ത് പതിവുണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആ കാലഘട്ടത്തിൽ കുടിക്കൽ പതിവുണ്ടായിരുന്നു. അതേ സാധനം തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നൊരയും പതിയും വരും.
അങ്ങനെ പുളിപ്പിച്ച് കള്ളാക്കി ഉപയോഗിക്കലും പതിവുണ്ട്. ഈ ഈത്തപ്പഴത്തിൽ നിന്ന് എടുക്കുന്ന ഈ പാനീയം ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതായത് കേടുന്നിട്ടില്ലല്ലോ, കള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു. ഇത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഒരു കുഴപ്പമുള്ളതല്ല, ഇതാണ് സംഭവം. പക്ഷെ ആ മറുപടി കിട്ടുന്നത് വരെ നിങ്ങളെ കൽബ് എങ്ങനെയായിരുന്നു? അതാണ് ഈമാന്. മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ആ മറുപടി കിട്ടുന്നതിന്റെ മുമ്പ് പഠിച്ചോനെ ഉസ്താദ് അത് മറക്കാതിരിക്കട്ടെ ട്ടോ എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അഥവാ മറന്നുങ്ങാണ്ട് പോയാലേ എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് വലിയ പ്രശ്നമാണ്. നബി തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാൻ പറഞ്ഞ സാധനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മക്ക് വേണം, നമ്മളെ മക്കൾക്ക് വേണം, നമ്മളെ കുടുംബത്തിൽ വേണം, എല്ലാവർക്കും വേണം. ഇതില്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശ്രമങ്ങൾ. ഇതാണ് നിരീശ്വരവാദം, ഇതാണ് യുക്തിവാദം, അതാണ് ലിബറലിസം, അതാണ് ബിദ്അത്ത്. ഈ പറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് എല്ലാ സഹാബികളെ ഇതൊക്കെ ഉണ്ട് ഓർമ്മ വരണം. വെള്ളിയാഴ്ച ജുമഅക്ക് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണ് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു